നമ്മുടെ കൊച്ചിയിലെ മൂന്നാമത്തെ ദിവസം രാവിലെ തന്നെ നമ്മുടെ ഓട്ടോക്കാരൻ്റെ എല്ലാ വക ആട്ടും കേട്ടിട്ടോ പോയി. അതിന്റെ ഒരു വിഷമം വരെ മോത്തില്ലേ. ഒരു തൂണ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ ചാരി ഉറങ്ങും. അങ്ങനത്തെ ഞാൻ ബോട്ടിൽ കയറി ഉറങ്ങാതിരിക്കുന്നുണ്ട്. അവിടെ കിടന്നുറങ്ങും. ഉറക്കണിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഉഷാറായിരിക്കുമല്ലോ. ആ ഉഷാറാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. വോയിസ് സ്പീഡിനെക്കാട്ടി ആട്ടോ ഒരു തിരിച്ചു വന്നു. അതിന്റെ ഒരു റീസൺ എന്താ വെച്ചാൽ റെസ്ട്രിക്റ്റഡ് ഏരിയ കയറിയത് തന്നെയാണ്. പിന്നെ നമ്മൾ നേരെ പോയത് കാശി കഫേ കാട്ടോ. അവിടുത്തെ ഫുഡിന്റെ റേറ്റ് അറിഞ്ഞ സ്പീഡാട്ടോ ഓളി ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നടന്ന് റീലൊക്കെ എടുത്തതിന്റെ ശേഷം ഈ ഒരു സാധനം കണ്ടപ്പോൾ അത് ഞാൻ പൊട്ടിച്ചു തിന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എവിടെ പോയാലും സ്വഭാവത്തിന് ഒരു മാറ്റം. പിന്നെ നമുക്ക് വാങ്ങാനൊന്നും വലിയ ഇഷ്ടമില്ലെങ്കിലും എല്ലാം നടന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു ചരിത്ര സ്മാരകമായിട്ടുള്ള സ്ഥലമാണ്. എന്താ പേരെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല. നമ്മൾ ഈ വാരണാസിലെ കുംഭഭരണിക്ക് വന്നിട്ടുള്ള ആൾക്കാരെ പോലെ ഞാൻ ജസ്റ്റ് അവിടെ ഇങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും എടുക്കാൻ തുടങ്ങി. ഫോട്ടോ വെച്ച് വന്നിട്ടൊന്നും വാങ്ങാതെ പോണത് മോശം വെച്ച് 2 ക്ലിപ്പെങ്കിലും വാങ്ങിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വാട്ടർ മെട്രോ തന്നെ ഞാൻ വെള്ളത്തിന്റെ അടിയിൽ കൂടെ പോകണമെന്ന് വിശ്വസിച്ചിറങ്ങുന്ന ഒരു തലച്ചോറ് നായ നിൽക്കിയപ്പോഴത്തെ ഫ്രണ്ട് ആയിട്ടുണ്ട്. ഞങ്ങൾ തീരുമാനിച്ചു നാളെ തന്നെ ഇവിടുന്ന് കയറണം എന്നുള്ള കേട്ടോ. പിന്നെ ഒന്നും നോക്കില്ല, രാവിലെ ഒരു ടിക്കറ്റ് പോലും എടുക്കാതെ ഓടി പിടിച്ചിട്ടാണ് ഞങ്ങൾ ട്രെയിൻ കയറിയിട്ടുണ്ടായിരുന്നു. നാട്ടിലേക്കുള്ള യാത്രയിൽ ചായം പരിപാടി വെക്കാനുള്ള ഒരു ട്രെയിനിങ് വരെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൊച്ചി സീരീസ് ഇവിടെ അവസാനിച്ചിട്ടോ. പിന്നെന്താ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.